ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കുക? കേറുവാ. എന്തായി? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഇതുവരെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് മേഡം. ശരി, നീ എല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ, കേക്കട്ടെ. അതായത് ജോമി ഇന്നലെ ടോമിനെ പിടിച്ചെടുത്തി കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യം ചെയ്തു. എന്ത് ചോദിച്ചു? മീനുവിന്റെ പേര് നേരിട്ട് ജോമി പറഞ്ഞിട്ടില്ല. പക്ഷെ ജോമിയുടെ അടുത്ത് നിന്ന് ടോമി എന്തെങ്കിലും വിളിക്കണ്ടെന്ന് അറിയാണ്ട് ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ശരി, അവൻ എന്താ പറഞ്ഞേ? എന്നിട്ട് തന്നെ അവൻ അവിടെ ഇവിടെ തൊടാതെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോയി. ഇവനിങ്ങനെ ഒന്നും തുറന്നു പറയാതിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? അയ്യോ, അവനൊന്നും തുറന്നു പറയാതിരിക്കുകയാണ് നമുക്ക് നല്ലത്. അപ്പൊ ജോമിക്ക് ടോമിയുടെ സംശയം തോന്നും. അപ്പൊ ജോമി അവനെ ഫോളോ ചെയ്യും. അവൻ കൈ വിട്ട് എന്തെങ്കിലും കളി കളിച്ചാ ജോമി അവനെ അപ്പൊ പൊക്കും. പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഇതൊക്കെ നടക്കാൻ തന്നെയാണോ? ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ലേ? ഇനി വേറെ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും. ഇതിനൊക്കെ വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നത്. മേഡം, മിക്കവാറും രേഷ്മ കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം നടക്കാൻ സാധ്യതയാണ്. രേഷ്മ കാരണോ? എന്ത് പ്രയോജനം? അതാണോ? അതായത് ടോമിയുടെ അടുത്ത് മീനുവിന് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉള്ള കാര്യം മീനു രേഷ്മയുടെ അടുത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതും പറഞ്ഞോ? ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എന്റെ പൊന്നു മേഡം, അതൊക്കെ സംഭവിച്ചു. ഞാൻ പറയണത് മേഡം കേക്ക്. കാര്യം പറഞ്ഞ രേഷ്മ ചെറിയ കിളി പോയ ഒരാളാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് അവളെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്നേ. എന്ത് പ്രയോജനം? വേറൊന്നല്ല, ഈ ടോമിക്ക് മീനുവിനുള്ള സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളത് ഈ രേഷ്മ കണ്ടുപിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? എന്റെ പൊന്നു മേഡം, ഈ ടോമിയെ ചുറ്റിപ്പറ്റി രേഷ്മ നടക്കുന്നത് എന്തായാലും ജോമി നിരീക്ഷിക്കൂലേ? ഇല്ലേ? ശ്രദ്ധിക്കും. അതാണ്, ജോമി ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിച്ചാൽ എന്തായിരിക്കും പ്രയോജനം? എന്ത് പ്രയോജനം? എന്താ ചോദ്യത്തിന് കളിയോ? എല്ലാം എന്റെ വായിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കട്ടെ. മേഡം ഒന്ന് ചിന്തിച്ചു നോക്കുന്നേ. ചുമ്മാ കിട്ടിയോ? കിട്ടിയോ? എന്റെ പൊന്നു മോനെ, ചിന്തിക്കാൻ കുറച്ച് സമയം ഉണ്ടാ. ഞാനേ ന്യൂ ജനറേഷൻ ഒന്നും അല്ല, ഇതൊരു പഴയ മോഡൽ തലച്ചോറാ. കുറച്ച് സമയം എടുക്കും. ശരി. ഒരു കാര്യം ഞാൻ തന്നെ പറയാമെന്നാ. ഇല്ല, ഞാൻ പറഞ്ഞോളാം. എനിക്കൊന്ന് ആലോചിക്കാൻ കുറച്ച് സമയം ഉണ്ടാ. എന്റെ തലച്ചോറ് ഒന്ന് വർക്ക് ചെയ്യട്ടെ. എന്റെ പൊന്നു മേഡം, മേഡം ചുമ്മാ ലാഗ് അടിപ്പിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇപ്പൊ എല്ലാം ട്രിപ്പിൾ എക്സ് സ്പീഡിലാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ ഒന്ന് അടങ്ങ്. കിട്ടിയോ? കിട്ടി. എന്നാ പറഞ്ഞേ? ഈ ടോമിയുടെ പുറവേ രേഷ്മ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് എന്തായാലും ജോമി അറിയുമല്ലോ. അതെ, അറിയും. അപ്പോ ജോമി എന്ത് വിചാരിക്കും? രേഷ്മയാണ് ടോമിയുടെ പുറവേ നടക്കുന്നതെന്ന് വിചാരിക്കത്തില്ലേ? അതല്ലേ നീ പറയാൻ ഉദ്ദേശിച്ചത്? നശിപ്പിച്ചുകൊണ്ട് എല്ലാം നശിപ്പിച്ചു. അതൊന്നല്ല. എന്ത് നശിപ്പിച്ചു? എന്റെ മേഡം, ഈ മീനും ടോമി ഇഷ്ടത്തിലാണുള്ള കാര്യം ജോമി അറിഞ്ഞ അവൻ ചതിക്കപ്പെട്ടവനായിട്ട് അവന് തോന്നൂലേ? കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, ജോമി ടോമിയെ വിളിച്ചെടുത്ത് ചോദിച്ചപ്പോ അവനൊന്നും പറഞ്ഞില്ല എന്നുള്ളത്. ഈ കാര്യം രേഷ്മ വഴി അവനങ്ങനെ അറിഞ്ഞ ഇവിടെ ആകെ മൊത്തം പ്രശ്നമാവൂലേ? ആവൂല്ലേ? ഈ ഒരു കാര്യം മതി അവന്മാര് തമ്മിൽ തെറ്റാൻ. അപ്പൊ ഈ ഒരു അവസരം നമ്മൾ മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്യണം. മനസ്സിലായോ? കൂടെ നിന്ന് ചതിച്ചതിന്റെ വിഷമം സഹിക്കാൻ പറ്റാൻ നടക്കുക ജോമി. ഇപ്പൊ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് അവനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചടക്കുമ്പോൾ അവനെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് ഈ ഓഫീസ് നമ്മുടെ കൈപ്പിടിയിലാക്കാം. എങ്ങനെയാണ് എന്റെ ബുദ്ധി? നീ കൊള്ളാലോടാ മോനെ. ആ ടോമി പോലുള്ള കിഴങ്ങന്മാരല്ല, നീയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കേണ്ടിയിരുന്നത്. ജനനം എന്തായാലും ഇനിയിപ്പോ മാറ്റാൻ പറ്റില്ലല്ലോ മേഡം. വളർച്ച കൊണ്ട് നിങ്ങൾ എന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാക്കി കണ്ടാൽ മതി. അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള ഒരവസരവും മേരി മേഡം പാഴാക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ പാഴാക്കാൻ പറ്റും? ഇത് നമ്മൾ പൊളിക്കും. അതെ.
എന്ത്? എന്താ നിന്റെ പ്ലാൻ? ഓ എന്റെ പ്ലാൻ എന്താന്നല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. എന്റെ പ്ലാൻ എന്താന്നല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. അതല്ല, ടോമിയുടെ മനസ്സിലുള്ളത് എങ്ങനെ അറിയാനാ നിന്റെ പ്ലാൻ? അത് ചിരി കേൾക്കും. ഇനി പറ മോളെ, അപ്പം തന്നെ മതി കേട്ടോ, കുഴിയണ്ട. ഇത് നീ ഉണ്ടാക്കുന്ന അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതേ അറിയണ്ടേ? ഇഷ്ടപ്പെടും. എന്റെ മോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുത്തും. ചായ കുടിക്കായിരിക്കും അല്ലേ? അല്ല, അപ്പം ചുട്ട് കളിക്കായിരുന്നു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് ചായ കുടിക്കുകയാണെന്ന് തോന്നുന്നു. എന്നാ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ചായ എങ്ങനെയുണ്ട്? നീയാണോ മെഷീൻ്റെ അകത്ത് കയറിയിരുന്ന് ചായ ഇട്ടത്? എപ്പോഴും മെഷീൻ തരുന്ന ചായ പോലെ തന്നെ ഉണ്ട്. ആ മെഷീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ, നമുക്ക് ഈ മെഷീനൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് കിഡിലിനായിട്ട് ചായ അടിക്കുന്ന ഒരാൾ ഇവിടെ തരണം. എങ്ങനെയുണ്ട് ഐഡിയ? ഈ നേരം വരെ ഇന്ന് എത്ര ചായ കൂച്ചി? ഒരു 4 ചായ കുടിച്ചു വേണം. ഇനി കുടിക്കാൻ പോകുന്ന കൂടെ കൂട്ടി 5. 5. അപ്പൊ ഇന്നത്തെ ദിവസം കഴിയും മുമ്പ് ഒരു 10-15 ചായ വരെ കൂച്ചേക്കാം. സാധ്യതയില്ലതില്ല. ഇല്ല. അപ്പൊ 10-15 ചായ കൂച്ചാൽ ഞാനിവിടെ ചായ അടിക്കാൻ ആളെ നിർത്തണം. അയാൾക്ക് ഇരട്ടി ശമ്പളം കൊടുക്കണം. പറ്റൂല. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങനെ ഒരു ജോലിക്കാരൻ ഇവിടെ വയ്ക്കാം എന്ന് പറയുന്നു. അയ്യോ അങ്ങനെയൊന്നും ചേട്ടാ, എന്തിനാണ് ആളെ നിർത്തുന്നത്? മെഷീൻ കോപ്പി സൂപ്പർ അല്ലേ? അതൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും വന്ന് കുടിക്കുകയും ചെയ്യാം. വെരി ഗുഡ് ഡിസിഷൻ. മീറ്റിംഗ് പിരിച്ചുകൊണ്ടിരിക്കുന്ന പൊക്കോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ സമയങ്ങളായത് ആവശ്യമുള്ള കാര്യം പറ. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചായ അടിക്കുന്ന മെഷീനെ കുറിച്ച് കാര്യമായിട്ട് കുണച്ചപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു നിനക്ക് വേറെ എന്തോ പറയാനുണ്ട്. അതിന് ശമ്പളം കൂട്ടുന്ന കാര്യത്തിനെ കുറിച്ചോ ലീവിനെ കുറിച്ചോ ആണെങ്കിൽ രണ്ടും നടക്കില്ല. ഓക്കെ? അല്ലെങ്കിൽ ഇത് രണ്ടും നടക്കുമെന്ന് എനിക്കും പ്രതീക്ഷയൊന്നുമില്ല. ഇതേ വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ വേഗം. കാര്യമൊക്കെ ഞാൻ പറയാം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാ. ജീവിതത്തെ വരെ ബാധിക്കുന്ന വിഷയം. കൊച്ചെ, സസ്പെൻസ് മാറ്റി വെച്ചിട്ട് അങ്ങ് കാര്യം പറ. കാര്യം ഞാൻ പറയാം, പക്ഷേ ഞെട്ടരുത്. ഈ ഞെട്ടരുത് എന്ന് പറഞ്ഞാൽ ഞെട്ടാനുള്ള എന്റെ ടെൻഡൻസി കൂടും. പ്ലീസ് ഞെട്ടല്ലേ? ഞെട്ടാനുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അതൊന്നും കാര്യം ഇതൊക്കെ പറയാനുള്ളത് പറഞ്ഞിട്ട് വേഗം വന്നാ പോരെ. ചുമ്മാ കിടന്ന് ലാഗ് അടുപ്പിക്കാം. മക്കളെ ടെൻഷൻ അടിച്ച് ഭംഗിയ. എന്താ അവിടെ? ഒന്നുമില്ലാലോ.